കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകാം എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതിയത്. ലീഗിനെ അങ്ങ് ഒതുക്കിക്കളയാം. എല്ലാ കാലത്തും ലീഗ് 3 സീറ്റ് ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് ലീഗിന്റെ ആവശ്യം അംഗീകരിക്കേണ്ടതില്ല, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ കരുതിയത്. എല്ലാ കാലത്തും ചോദിക്കുന്നത് പോലെ ഇത്തവണയും ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കെ സുധാകരൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കാലത്തും ചോദിക്കാറുണ്ട്, ആ ചോദിച്ചോട്ടെ, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ലീഗും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, പ്രശ്നം പരിഹരിക്കും എന്ന രൂപത്തിൽ കെ സുധാകരൻ മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ സത്യത്തിൽ മുസ്ലിം ലീഗിനെ കൊച്ചാക്കുന്നതാണ്. മുസ്ലിം ലീഗിനെ ഒരു കോൺഗ്രസിനെ ഒട്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ വിളിച്ച് കൊച്ചാക്കുകയാണ് ചെയ്തത് ആ ഇന്റർവ്യൂവിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങൾ അത് വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല എങ്കിലും മുസ്ലിം ലീഗ് അണികളിലും നേതാക്കളിലും അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 3 സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ഇത്തവണ പിറകോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാട് ലീഗ് സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിന്റെ യോഗം നടന്നത്. ആ യോഗത്തിലും 3 സീറ്റ് തന്നെ വേണം, ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് നടത്താൻ പാടില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയോടും PMA സലാമിനോടും പാണക്കാട് സാദിഖ് അലി തങ്ങളോടും ആ യോഗത്തിൽ പങ്കെടുത്തവർ എല്ലാവരും ആവശ്യപ്പെട്ടതായാണ് അറിയുന്നത്. അവസാനം മുസ്ലിം ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ച് കാര്യങ്ങൾ ഒതുക്കി തീർക്കുക എന്ന പതിവ് ശൈലി ഇത്തവണ വേണ്ട എന്ന നിലപാട് ലീഗ് എടുത്തിട്ടുണ്ട്, മുസ്ലിം ലീഗ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ മുസ്ലിം ലീഗിന് 3 സീറ്റ് കൊടുത്തേ തീരൂ. അതില്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ UDFന് കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ ഏത് സീറ്റ്? കണ്ണൂരാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സീറ്റ്. കാരണം കെ സുധാകരൻ മത്സരിക്കുന്നില്ല. അപ്പോൾ ആ സീറ്റിൽ ഒഴിവരും. ആ സീറ്റ് വളരെ എളുപ്പത്തിൽ സിറ്റിംഗ് എംപിമാരെല്ലാം മത്സരിക്കണമെന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക തീരുമാനം വന്നാൽ സ്വാഭാവികമായും വടകരയിൽ കെ മുരളീധരൻ മത്സരിക്കേണ്ടി വരും. അതേപോലെ തന്നെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കും. കണ്ണൂർ സീറ്റിൽ കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറല്ല എന്ന് നേരത്തെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കണ്ണൂർ സീറ്റ് വിട്ട് നൽകണം എന്ന ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വെച്ചത്. ലീഗിന്റെ ഈ ആവശ്യം തടയുന്നതിന് വേണ്ടിയിട്ടാണ് കെ സുധാകരൻ ഒരു മുഴം മുമ്പേ എന്ന് പറയുന്നത് പോലെ ഒരു എറിഞ്ഞത്. എന്ന് വെച്ചാൽ കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയാൽ, ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തിയാൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന്. മുസ്ലിം ലീഗിന് സീറ്റ് നൽകാതിരിക്കാൻ ഏക വഴി അതുമാത്രമേയുള്ളൂ, കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുക, ഒരാൾക്ക് 2 പദവി എന്ന ഒരു ഇളവ് അദ്ദേഹത്തിന് നൽകുക, കെ സുധാകരന് നൽകുക. കോൺഗ്രസിനകത്ത് അത്തരമൊരു രീതിയുണ്ട്, ഒരാൾക്ക് 1 പദവി എന്ന രീതി. എന്നാൽ അത് മാറ്റി കേരളത്തിലെ കോൺഗ്രസിൽ KPCC പ്രസിഡന്റിന് 2 പദവി എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് അംഗീകാരം നൽകിയാൽ അത് എളുപ്പത്തിൽ നടക്കും. അങ്ങനെ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. കെ സുധാകരൻ മത്സരിച്ചാൽ സിറ്റിംഗ് എംപിമാർ എല്ലാവരും മത്സരിക്കണമെന്ന കോൺഗ്രസ് നിലപാടാണ്. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ലീഗിനോട് പറയാമല്ലോ. അങ്ങനെ ലീഗിന്റെ 3ാം സീറ്റ് എന്ന ആവശ്യം അങ്ങ് തള്ളിക്കളയാം എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ കെ സുധാകരൻ നടത്തിയിരിക്കുന്നത്. ആ ചുവടുവെപ്പും അദ്ദേഹം നടത്തിയത് മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ തന്നെയാണ്. അവിടെ അദ്ദേഹം പറഞ്ഞു, അർദ്ധസമ്മതമുണ്ട് മത്സരിക്കാൻ, കേന്ദ്രം പറഞ്ഞാൽ മത്സരിക്കും, യാതൊരു സംശയവും വേണ്ട. ഈ മണ്ഡലത്തിൽ സുധാകരൻ മാറിയാൽ ആരും മത്സരിക്കും എന്ന രൂപത്തിൽ വലിയ തർക്കമുണ്ട്. സുധാകരനോടൊപ്പം നിൽക്കുന്ന നേതാക്കൾ മത്സരിക്കാനില്ല. അങ്ങനെ ആരെങ്കിലും മത്സരിച്ചാൽ തോറ്റുപോകും. കെ സുധാകരൻ മത്സരിച്ചാൽ മാത്രമേ മണ്ഡലം നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെയുള്ള നെറേറ്റീവുകൾ മലയാള മനോരമ ഇപ്പോൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കെ സുധാകരന് വേണ്ടിയും മുസ്ലിം ലീഗിനെ ഒതുക്കുന്നതിന് വേണ്ടിയും. എന്നാൽ മുസ്ലിം ലീഗ് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവാണ് 3 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രഖ്യാപിക്കാൻ കാരണം. അതിൽ നിന്ന് അണുകിട പുറകോട്ട് പോകില്ല എന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം കണ്ണൂരിൽ മത്സരിക്കുമെന്ന, മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട സീറ്റിൽ മത്സരിക്കുമെന്ന കെ സുധാകരന്റെ നിലപാട്, കോൺഗ്രസിന്റെ നിലപാട്, ആ നിലപാട് അംഗീകരിക്കപ്പെട്ടാൽ, അങ്ങനെ പരസ്യമായി തന്നെ കണ്ണൂരിൽ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്ന കെ സുധാകരന്റെ പ്രസ്താവനയും, ആ പ്രസ്താവനയിലും കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗ്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഉറച്ച നിലപാടിൽ തന്നെയാണ്. UDFൽ അവരുടെ ശക്തി, മുസ്ലിം ലീഗിന്റെ ശക്തി അത് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കണമെന്നും, കേരളത്തിൽ UDFനോടൊപ്പം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥ വരും. കോൺഗ്രസിന് 1 സീറ്റിൽ പോലും മുസ്ലിം ലീഗിന്റെ സഹായമില്ലാതെ ജയിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ ഇന്നുണ്ട്. ചിലപ്പോൾ എറണാകുളവും മറ്റോ ജയിച്ചാലായി എന്നല്ലാതെ മറ്റെല്ലാ സീറ്റിലും കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ വോട്ട് ആവശ്യമാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇല്ലാതെ ജയിച്ചു വരാൻ കഴിയില്ല എന്ന അവസ്ഥ കോൺഗ്രസിനുണ്ട്. അത് നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് 3 സീറ്റ് വേണം എന്ന വാശിയിൽ തന്നെ, എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഇനി മറ്റൊരു വഴിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ജൂലൈ മാസത്തിൽ 3 രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വരും. ആ രാജ്യസഭാ സീറ്റിൽ 1 സീറ്റ്
മുസ്ലിം ലീഗിന് കൊടുക്കണം എന്നാണ്. 3 സീറ്റ് ഒഴിവരും. 3 സീറ്റിൽ 2 സീറ്റ് ജയിപ്പിക്കാൻ കഴിയുക LDF-നാണ്. 1 സീറ്റിൽ മാത്രമേ UDF-ന് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ആ വിജയിക്കുന്ന 1 സീറ്റ് മുസ്ലിം ലീഗിന് നൽകുക എന്ന കാര്യം അംഗീകരിക്കണം. വെറുതെ അംഗീകരിച്ചാൽ പോരാ, വാക്കാൽ അംഗീകരിച്ചാൽ പോരാ, രേഖാമൂലം മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഉറപ്പ് നൽകണം എന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഒന്നുകിൽ രാജ്യസഭാ സീറ്റ് അത് ജയിക്കും എന്ന് ഉറപ്പുള്ള രാജ്യസഭാ സീറ്റ്, അതല്ലെങ്കിൽ ലോക്സഭാ സീറ്റ് 3 ഇതിൽ നിന്ന് ഒരു അണുകിട പുറകോട്ട് പോകില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള മുസ്ലിം ലീഗിനെ ഒന്ന് അനുനയിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാൻ കഴിയുന്നു. കേരളത്തിന് പുറത്ത് മുസ്ലിം ലീഗിന് 1 സീറ്റ്, കേരളത്തിന് പുറത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള, മുസ്ലിം ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള, കോൺഗ്രസിന് സ്വാധീനമുള്ള 1 സീറ്റ് നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം എന്ന ഉറപ്പ് ലീഗിന് കൊടുക്കും. അതിനുശേഷം അത് ഹൈക്കമാൻഡിൽ വിടും. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് പറയും. ഹൈക്കമാൻഡ് ചർച്ച നോക്കാം പറയാം എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയും അവസാനം സീറ്റ് നൽകാതിരിക്കുകയും ചെയ്യുക എന്ന അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് കൃത്യമായി കേരളത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് പുറത്ത് സീറ്റ് വേണ്ട, ഒന്നുകിൽ രാജ്യസഭാ സീറ്റ് അതല്ലെങ്കിൽ 3 സീറ്റ് അത് കണ്ണൂർ തന്നെ വേണം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു. കണ്ണൂർ സീറ്റിൽ വീണ്ടും മത്സരിക്കുമെന്ന കെ സുധാകരന്റെ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ. കോൺഗ്രസ് നേതാക്കളെ നേരിട്ട് കണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും UDF യോഗം നടന്നില്ല. 14-ാം തീയതിയാണ് UDF യോഗം വിളിച്ചത്. ആ UDF യോഗത്തിലെല്ലാം പറഞ്ഞു തീർക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും അതേപോലെ തന്നെ കെ സുധാകരൻ MP-യും ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. കെ സുധാകരൻ ജാഥയുടെ ഭാഗമാണ്, അതുകൊണ്ട് UDF യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് ബാക്കി എല്ലാ നേതാക്കളുമുണ്ട്. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു UDF യോഗം ചേരുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത്തരമൊരു യോഗം നടത്താൻ, UDF-ൽ യോഗം നടത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറല്ല, ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്നത് തന്നെയാണ്. അത് വ്യക്തമായൊരു സൂചന നൽകുന്നുണ്ട് മുസ്ലിം ലീഗിനോട്. നിങ്ങൾ പറയുന്ന 3 സീറ്റ് നൽകാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ചർച്ച തന്നെ മാറ്റിവെക്കാം, UDF യോഗം തന്നെ മാറ്റിവെക്കാം. അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തി ഒരു ഒത്തുതീർപ്പിലെത്താം. ഇപ്പോഴേ ഒത്തുതീർപ്പിലേക്ക് നീങ്ങണ്ട, ചർച്ചയിലേക്ക് നീങ്ങണ്ട എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് UDF യോഗം മാറ്റിവെക്കുകയും ചെയ്തത്. അങ്ങനെ UDF യോഗം മാറ്റിവെച്ചതിലും കടുത്ത അതൃപ്തിയുണ്ട് മുസ്ലിം ലീഗിന്. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ചർച്ച ചെയ്യാൻ UDF യോഗം ചേരാൻ തീരുമാനിച്ചിട്ട് അത് നടക്കാതെ പോകുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. അതിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഏതായാലും UDF-ന്റെ സീറ്റ് വിഭജനം ആകെ കുഴഞ്ഞ് മറിയുകയാണ്. കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിടവ് വന്നിരിക്കുന്നു. അത് അകന്നകന്ന് പോകുമോ? മുസ്ലിം ലീഗ് UDF-ൽ തുടരാൻ കഴിയുമോ എന്നൊക്കെയുണ്ട്. രാഷ്ട്രീയമായി ഒരിക്കലും കോൺഗ്രസുമായി ചേരാൻ മുസ്ലിം ലീഗിന് കഴിയില്ല. കോൺഗ്രസിന്റെ ദേശീയ നിലപാട് എന്നത് തീർത്തും ഹിന്ദുത്വത്തിന് അനുകൂലമാണ്, BJP-ക്ക് അനുകൂലമാണ്, മൃദു ഹിന്ദുത്വ സമീപനമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും കോൺഗ്രസുമായി ദേശീയ തലത്തിൽ ഒരു ബന്ധം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. എന്നിരുന്നാലും കേരളത്തിൽ ഭരണം വേണം, കേരളത്തിൽ MP-മാർ വേണം, MLA-മാർ വേണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നാലേ രക്ഷയുള്ളൂ എന്ന് കരുതിയാണ് UDF-നോടൊപ്പം കോൺഗ്രസിനോടൊപ്പം മുന്നണിയിൽ തുടരുന്നത് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് പരമാവധി വിലപേശി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുക എന്ന തന്ത്രമാണ് ലീഗ് ഇപ്പോൾ പയറ്റുന്നത്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസും കൂടി തയ്യാറായാൽ സ്വാഭാവികമായും തമ്മിലടി മൂക്കും. അത് എവിടം വരെ എത്തും എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ.